പ്രിയ ദൈവ പൈതലേ, Dear child of God, നിനക്ക് ദൈവത്തിന്റെ സ്വരൂപം തരുവാൻ for you to give the image of God. നമ്മുടെ യേശു വിരൂപമായി. Our Jesus' body was അവനെ കണ്ടാൽ marred, മനുഷ്യനല്ലെന്ന് തോന്നുമാറാ. and he was not a made man, അവൻ വിരൂപനോ. and his image was marred. രഹസ്യം എന്ത്? What's the mystery? നിങ്ങളുടെയും അകൃത്യമാണ്. For your iniquity and my യെശയ്യാവ് എന്ത് iniquity. പറയുന്നു? What does Isaiah നമ്മുടെ say? അകൃത്യ നിമിത്തം അവൻ തകർന്നു പോയി. He was bruised for our iniquity. നമ്മുടെ പാപ നിമിത്തം അവൻ തകർന്നു പോയി. He was wounded for our transgressions. അവന്റെ മുറിവിന്റെ പിന്നിലാണ് നമ്മുടെ ജീവൻ. And behind his wound is our ഈ life. അറിവ് എപ്പോഴും നമുക്കുണ്ടായി. You should always have this എന്റെ knowledge. കർത്താവായ യേശുവേ, Oh my Lord, നീ എന്നെ നിത്യതയിൽ in eternity, എന്റെ പിതാവിനെ പോലെ ആക്കി തീർക്കേണ്ടതിന് so that you can make me as your നീ father. പടയാളികളുടെ മുൻപിൽ ഏൽപ്പിക്കപ്പെട്ടുവോ? And you are delivered to the soldiers. പടയാളികളുടെ മുൻപിൽ നീ ഏൽപ്പിക്കപ്പെട്ടുവോ? You are delivered to the അവർ soldiers. നിന്റെ കൈകാലുകളെ തുളച്ചുവോ? And they drug the അവർ nails. നിന്റെ താടി രോമം വലിച്ചു They പറിച്ചുവോ? plucked the bare hairs of your അവർ നിന്റെ beard. തലയിൽ മുൾക്കിരീടം വെച്ചടിച്ചുവോ? They placed a crown of thorns upon your എന്റെ head. പ്രാണൻ പോകും വരെ Till my soul departs. എന്റെ യേശുവേ, My Jesus, ഞാൻ നിന്നെ സ്നേഹിക്കും. I will ഞാൻ love you. നിന്നെ സ്നേഹിക്കും. I will love ഞാൻ നിന്നെ you. സ്നേഹിക്കും. I will love you. ഏറ്റു പറയുവാൻ കഴിയുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ദൈവത്തിന്റെ മഹത്വം. Praise be to the name of God. അപ്പോൾ യേശുവിന്റെ ശരീരം ഒരു മനോഹര പാത്രമായി, The body of Jesus as a beautiful ആ earthen പാത്രം vessel. തകർക്കപ്പെട്ടു പോയി. That vessel was shattered. പിതാവ് കരുണ കൂടാതെ ഒച്ചേറെറിഞ്ഞു. God mercilessly he drew it അങ്ങ് down. തകർന്നുടഞ്ഞു പോയി. It was broken and shattered. വീണ്ടും ഒട്ടിച്ച് പഴയതുപോലെ വരുത്താൻ ഒക്കത്തില്ല. We could not bring back to the നമ്മുടെ original shape. കർത്താവായ യേശു മരണം വിട്ട് ഉയർത്തു വന്നു. Our Lord Jesus, he departed. യേശു ശിഷ്യന്മാരുടെ അടുക്കൽ പോയി. He came to his disciples. അപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല. Disciples could not identify him. യേശു എങ്ങനെയാണ് ശിഷ്യന്മാരെ പരിചയപ്പെടുത്തിയെന്നറിയാമോ? How he made him recognize. വരുവീൻ, ഞാൻ കടലിന് മീതെ നടന്നു കാണിക്കാം. I will make you able to walk on water. ഓ, നിങ്ങളൊരു 5 അപ്പം കൊണ്ട് വരുവീൻ, 5000 പേരെ ഞാൻ പോഷിപ്പിക്കാം. You bring 5 bread, I will feed അല്ലെങ്കിൽ 5,000. നിങ്ങളൊരു മരിച്ചവനെ കൊണ്ടുവരുവീൻ, ഞാൻ നിങ്ങളെ ഉയർപ്പിക്കാം. You bring someone dead, I will raise you up. അല്ലെങ്കിൽ ഞാനൊരു കുഷ്ഠരോഗിയെ ശുദ്ധപ്പെടുത്താം. I will cleanse a leper. നോ, ഇതൊന്നും യേശു പറഞ്ഞില്ല. Jesus did not say any of യേശു this. മരണം വിട്ട് ഉയർത്തു വന്നു. He was resurrected. ശിഷ്യന്മാർ യേശുവിനെ കണ്ടിട്ട് ഗ്രഹിച്ചില്ല. And the disciples could not യേശു എങ്ങനെയാണ് identify പരിചയപ്പെടുത്തിയത്? how he made him know. അത്ഭുതം ചെയ്തല്ല, Not by a miracle, അടയാളങ്ങൾ ചെയ്തല്ല, not by a sign, വെള്ളത്തിന്റെ മീതെ നടന്നല്ല, not walking on water, മരിച്ചവനെ ഉയർപ്പിച്ചല്ല. not by raising the dead. യേശു എന്തു പറയുന്നു? What does Jesus say? നോക്കുവേ, Look, എന്റെ കൈകളെ കാണുന്നില്ലേ? can you see my hands? എന്റെ കൈകളെ കാണുന്നില്ലേ? Can't you see my hands? ഈ മുറിവുകളെ കാണുന്നില്ലേ? Can't you see the print of the ഞാൻ nail? യേശുവാണ്. I am Jesus. യേശു എന്ത് കാണിച്ചാണ് തന്നെ ഉറപ്പിച്ചത്? How did he establish himself? തന്റെ കൈകാലുകളുടെ മുറിപ്പാടുകളാ. The print of the nails. വിലാപ്പുറത്തൊരു പാടുണ്ട്. And the body ആ in the പാട് side. ഇതുവരെയും കരിഞ്ഞിട്ടില്ല. The wound was not yet പ്രിയ healed. ദൈവവൈതലേ, Dear child of ആരാണ് ഈ God, പാട് വരുത്തിയത്? who brought this mark? ആരാണ് ഈ മുറിവ് വരുത്തിയത്? Who brought these wounds? യെശയ്യാവ് പറയുന്നു, Isaiah says, നമ്മുടെ അകൃത്യ നിമിത്തം അവൻ മുറിവേറ്റു, for our iniquity he was നമ്മുടെ struck, പാപ നിമിത്തം അവൻ ശിക്ഷിക്കപ്പെട്ടു. and he was judged. ദൈവത്തിന് മഹത്വം. Praise be to the name of God. ഏറിയ നാളുകൾക്ക് മുൻപ് Some years back, ഭാരതത്തിലെ in India, ഒരു ഹൈന്ദവ ഭക്തൻ, a Hindu saint, താൻ ഒരു സന്യാസിയായി വർഷങ്ങളോളം ഒരു വലിയ ഒരു സന്യാസിയുടെ ശിഷ്യനായി ജീവിച്ചു. and he lived as a disciple to a hermit, പിന്നെ താൻ എവിടെയോ ഒരു നാള് വെച്ച് സുവിശേഷം കേട്ടു. and he heard the gospel. സത്യാന്വേഷിയായ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. As seeker of the truth, he was saved, എന്നാൽ താൻ ഒരു രാത്രി യേശുവിലേക്ക് വന്നു. and he came to Christ. യേശുവിലേക്ക് വന്ന് കുറെ നാളുകൾക്ക് ശേഷം And after some time, അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. he had a dream. ആ സ്വപ്നത്തിൽ In that dream, താൻ വർഷങ്ങളായി സേവിക്കുന്ന ഗുരു വന്ന് നിൽക്കുകയാണ്. and that master was standing there. ഇച്ചിരി കഴിഞ്ഞപ്പോൾ And after some ആ time, ഗുരു യേശുവായി മാറുകയാണ്. that the guru was changed as Jesus. അതിനുശേഷം പറഞ്ഞു, And after some ഓ, time, ഞാനും അദ്ദേഹം ഒരാൾ തന്നെയാണ്. and I am one among them. അപ്പോൾ ഈ മനുഷ്യൻ ഞെട്ടിപ്പോയി. And he was petrified. അയ്യോ, അങ്ങനെയാണോ? Is it so? ഞാനും അദ്ദേഹം ഒന്നാണെന്ന് പറയുന്നല്ലോ. And we are the same. ദൈവത്തിന് മഹത്വം Praise be to the name of God. അയ്യോ, അത് അങ്ങനെയായിരുന്നോ? How is it so? താൻ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചാണ് യേശുവിനെ അനുഗമിച്ചത്. He had encountered several ഇപ്പോൾ losses. തനിക്ക് വലിയ അബദ്ധമായി പോയോ? And he was it a താൻ mistake? നിരാശനായോ?
ഉറങ്ങി. He got discouraged. ആ രാത്രിയിൽ യേശുവിനെ വീണ്ടും കണ്ടു. That night again he saw Jesus. യേശു തന്റെ അടുക്കൽ വന്നു. He came to him. യേശു തന്റെ കൈകൾ നീട്ടി കാണിച്ചു. He showed his hand. മകനെ നോക്കിക്കാട്ടെ എന്ന് പറഞ്ഞു. Look at my hand. എന്റെ കയ്യിലെ മുറിവ് നീ കണ്ടോ? See the wound in my hand. ഉയർത്തുവന്ന എന്റെ ശരീരത്തിലെ മുറിവ് കണ്ടോ? See my resurrected ഈ body. മുറിവ് എന്റെ കയ്യിലല്ലാതെ ലോകത്തിൽ മറ്റാർക്കുമില്ല. You cannot see the wounds in anyone ഓ else's വീണ്ടും hand. താൻ ഉറങ്ങി. Again he slept. വീണ്ടും ആ പഴയ സ്വപ്നം തനിക്കുണ്ടായി. Again that old dream. പക്ഷേ താൻ ശ്രദ്ധിച്ചു He നോക്കിയപ്പോൾ looked ആ intently. കൈകളിലും കാലുകളിലും മുറിവില്ല. And there were no wounds. ഓ ലോകത്തിൽ ആർക്കും ഈ മുറിവേൽക്കുവാൻ സാധ്യമല്ല. And no one can have these wounds. ഒരു സാത്താന്യ ശക്തിക്കും ഈ മുറിവേൽക്കുവാൻ സാധ്യമല്ല. No power of the devil can have it. കാരണമെന്ത്? The reason for it. മനുഷ്യന് വേണ്ടി മുറിവേറ്റ ഒരുവനേ ഉള്ളൂ. There is only one who has been അത് wounded നമ്മുടെ for man. കർത്താവായ യേശുവാണ്. He is our Lord. അതിൽ സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ദൈവത്തിന് മഹത്വം Praise ഉണ്ടാകട്ടെ. be the name of God. അപ്പോൾ നമ്മുടെ യേശുവിന്റെ ശരീരം The body of Jesus. ഒരു മൺപാത്രം, അത് വിരൂപമായി. And it was a disfigured ഇപ്പോൾ earthen നമുക്ക് ആ vessel. സ്വരൂപം, ദൈവത്തിന്റെ സ്വരൂപം നമുക്ക് ലഭിച്ചു. And we have received the image of ഇനി God. അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. Next portion when we come. നമ്മുടെ യേശുവിന്റെ ശരീരം ഒരു The ആലയമായിരുന്നു. body of Jesus is a ഒരു temple. ദിവസം യേശു ഹെരോദാവിന്റെ ആലയത്തെ കണ്ടു. And he saw the temple of ആ, Herod. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ വരുമ്പോൾ In Luke chapter 3 verse 21. അവിടെ യേശു പറയുക, Jesus is saying, ശിഷ്യന്മാർ യഹൂദന്മാർ ആരോ പറഞ്ഞു, and some of the Jews said, ഗുരു നോക്കിക്കാട്ടെ എത്ര നല്ല ആലയം. oh master, see the temple. ഗുരു നോക്കിക്കാട്ടെ എത്ര നല്ല ആലയം. Oh, you look at the temple. യേശു ആലയത്തെ നോക്കി. Jesus looked at the യേശു എന്ത് temple. പറഞ്ഞു? Jesus said, നിങ്ങൾ ഇത് പൊളിപ്പി, and you build it, ഞാൻ break it 3 down. ദിവസം കൊണ്ട് ഇത് പുതുക്കി പണിത് തരാം. I will rebuild it in 3 days. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be the name of God. 3 ദിവസം കൊണ്ട് ഞാൻ ഇത് പൊളിച്ച് പണിത് തരാം. I will rebuild it in 3 days. യഹൂദന്മാർക്ക് ഭയങ്കര ദേഷ്യം തോന്നി. And they got angry. ഹെരോദാ രാജാവ് വർഷങ്ങൾ കൊണ്ട് പണിത ആലയം നീ 3 ദിവസം കൊണ്ട് പണിയുമോ? Herod the great built it in years. നീ അഹങ്കാരവും ദൂഷണവുമല്ലേ പറയുന്നത്? You are saying blasphemy. തൊട്ടു താഴെ എഴുതിയിരിക്കുന്നു, It is mentioned. ഇത് തന്റെ ശരീരത്തെ കുറിച്ചായിരുന്നു. He said of his body. വായിച്ചാട്ടെ, ലൂക്കോസ് 3:21. Shall we read it? ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശു 3-ാം അധ്യായം 21 വായി. യോഹന്നാൻ 3:20. ലൂക്കോസ് യോഹന്നാൻ 3:20. സത്യം പ്രവർത്തിക്കുന്നവനോ യേശു പറയുകയാൽ, What does Jesus say? ഓ നിങ്ങൾ ഈ ദേവാലയം പൊളിപ്പീൻ, You destroy this ഞാനിത് temple. 3 ദിവസം കൊണ്ട് പണിത് തരാം. I will rebuild it in 3 days. അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നു, Next it is ഇത് mentioned, അക്ഷരീയ ദേവാലയത്തെ കുറിച്ചല്ല, not of the literal temple. തന്റെ ശരീരം എന്ന ദേവാലയത്തെ കുറിച്ചാണ്. He told of his body. ശരീരം എന്ന ദേവാലയം കുറിച്ച് യേശു പറയുന്നു. And Jesus is saying of his body. കണ്ടെങ്കിൽ വായിച്ചാൽ 2:21 വാക്യം. വായിച്ചു. അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ച് അത്രേ പറഞ്ഞത്. അവൻ മേളിലത്തെ വാക്യം. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അടുത്തത്, അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ച് അത്രേ പറഞ്ഞത്. തന്റെ ശരീരം എന്ന ആ മന്ദിരത്തെ കുറിച്ചാണ് He said പറഞ്ഞിരിക്കുന്നത്. of his body, the യേശു temple. എന്താണ് പിതാവിനോട് പറഞ്ഞത്? What does Jesus say to the പിതാവേ, Father? ഞാൻ ലോകത്തിൽ വന്നപ്പോൾ Oh Father, when I came നീ to this എനിക്കൊരു world, ശരീരം ഒരുക്കിയിരിക്കുന്നു. you have prepared a body for me. എന്താണ് ഈ ശരീരം? What does his body ഇതൊരു say? തിരശീലയാണ്. This is a ഈ veil. ശരീരം ഒരു യാഗമൃഗമാണ്. This is a beast. ഈ ശരീരം ഒരു മനോഹര രൂപമുള്ള This പാത്രമാണ്. is a beautiful earthen ഈ vessel. ശരീരം ദൈവത്തിന്റെ ആലയമാണ്. This body is the temple of God. അടുത്ത വാക്ക് എന്ത് പറയുന്നു? Next when we see, ഈ ശരീരത്തെ കുറിച്ചാണ് യേശു പറഞ്ഞത്. and God, Jesus said of this ഈ body, ശരീരം പൊളിപ്പീൻ, and you destroy it. 3 ദിവസം കൊണ്ട് ഞാനിത് പണിത് തരാം. I will build it up in 3 days. അത് ആശ്ചര്യമായ ദേവാലയമല്ല, Not of the literal അത് temple. നമ്മുടെ കർത്താവായ യേശുവിന്റെ ശരീരമാണ്. It is of his body. നമുക്ക് വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ. Time to expound in detail. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം. Coming to the next portion, യേശുവിന്റെ ശരീരത്തിന്റെ രണ്ടാമത്തെ അവസ്ഥ the second aspect of his body. പൗലോസ്ലീഹ അതിന് പറയുന്നത് What does St. Paul say? മഹത്വമുള്ള ശരീരമെന്ന A glorious body. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ Writing the Philippians, പൗലോസ് പറയുന്നു, Apostle Paul നമ്മുടെ says, താഴ്ചയുള്ള ശരീരത്തെ making our lowly body അവന്റെ മഹത്വമുള്ള ശരീരത്തോട് and transforming as his glory അനുരൂപപ്പെടുത്തി തരും. and transforming it. വായിച്ചാട്ട ഫിലിപ്പിയ ലേഖനം 3:21. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട്
തന്റെ വ്യാപാര ശക്തി കൊണ്ട് and the working with this, he is able to subdue നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ വാക്കുകളെ ശ്രദ്ധിക്കുക. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ our vile body തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തി തരും. and fashioned as his glorious തന്റെ body, മഹത്വമുള്ള ശരീരം. as his glorious മുൻപേ body. നാം ഒരു വാക്ക് വായിച്ചല്ലോ. First we read a statement, വചനം ജഡമായി തീർന്നു, the word was made flesh, കൃപയും സത്യവും നിറഞ്ഞവനായി പാർത്തു. full of grace and truth. യേശു അവസാനം എന്തു പറയുന്നു? Finally, what does Jesus പിതാവേ, നീ say? ഹനന്യാഗവും വഴിപാട് വിച്ഛിച്ചില്ല, Oh Lord, you do not desire എന്നാൽ നീ sacrifice and എനിക്കൊരു offering. ശരീരം ഒരുക്കിയിരിക്കുന്നു. You have prepared a body ഇതാ, for me. ഞാൻ വരുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. Lo, I come to do ആ your ശരീരം will. തകർത്തു കളഞ്ഞു. That body was ആ bruised. ശരീരം ചീന്തപ്പെട്ടുപോയി. Body was shattered. ആ ശരീരത്തിൽ ദൈവം ന്യായം വിധിച്ചു. God judged, condemned the ആ sin. ശരീരം പൊളിക്കപ്പെട്ടുപോയി. It was destroyed. എന്നാൽ ഇനി ഒരു ശരീരമുണ്ട്. But there is one body. നമ്മുടെ യേശു മരിക്കുമ്പോൾ When Jesus താൻ died, ക്രൂശിൽ കിടന്നുകൊണ്ട് he lying on the cross. അവസാനമായി ചില വാക്കുകൾ പറഞ്ഞു. Lastly, he's uttering something. അവസാനമായി ചില കാര്യങ്ങൾ ചെയ്തു. And he did certain things. അതിലെല്ലാം താൻ കൊടുക്കുകയായിരുന്നു. He was giving. യേശു തന്റെ രക്തം മനുഷ്യവർഗത്തിനു വേണ്ടി കൊടുത്തു. God gave his blood to man. യേശു തന്റെ വസ്ത്രം ക്രൂശിച്ച പടയാളിക്ക് കൊടുത്തു. Gave his garments to the soldiers who യേശു crucified തന്റെ him. ശരീരം അരമത്യക്കാരനായ ജോസഫിന് കൊടുത്തു. Gave his body to Joseph Arimathea. യേശു തന്റെ അമ്മയെ യോഹന്നാന്റെ കയ്യിൽ കൊടുത്തു. Gave his mother to John. യേശു തന്റെ ആത്മാവിനെ പിതാവിന്റെ പക്കൽ ഏൽപ്പിച്ചു. Gave his spirit to his father. എന്നിട്ട് യേശു എന്തു പറയുന്നു? And Jesus said, ഓ എല്ലാം നിവർത്തിയായി, it is fulfilled. എല്ലാം നിവർത്തിയായി. Everything is രക്തം fulfilled. മനുഷ്യവർഗത്തിന് കൊടുത്തു. And he gave his blood to വസ്ത്രം mankind. ക്രൂശിച്ച പടയാളിക്ക് കൊടുത്തു. His garment to soldiers. ശരീരം അരമത്യക്കാരനായ ജോസഫിന് കൊടുത്തു. Body to Joseph അമ്മയെ Arimathea. യോഹന്നാന്റെ കയ്യിൽ കൊടുത്തു. His mother to John. ആത്മാവിനെ പിതാവിന്റെ പക്കൽ കൊടുത്തു. His spirit to Father. അപ്പോൾ യേശുവിനൊരു ശരീരമുണ്ടായി. And there is a body for ആ Jesus. ശരീരം തകർക്കപ്പെട്ടു പോയി. It was rent. അവന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞിട്ടില്ല. Not one bone was ദൈവത്തിന് broken. മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of God. യേശുവിന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞിട്ടില്ല. Not a bone of him was broken. യേശുവിന്റെ ശരീരം മുഴുവൻ കീറപ്പെട്ടു. And his body was പക്ഷേ rent. യേശുവിന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞിട്ടില്ല. His bone was not broken. കാര്യം ന്യായപ്രമാണം എന്തു പറഞ്ഞു? What does the law say? യാഗമൃഗത്തിന്റെ അസ്ഥികളൊന്നും ഒടിയരുത്. You shall not break any ഇന്നും of his ഇന്നും bones. റോമൻ കത്തോലിക്ക സഭ Even now in the Roman Catholic Church, ഒരാളെ വിശുദ്ധനായി പ്രഖ്യാപിക്കുമ്പോൾ when they canonize a man, അവർക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ യോഗ്യത a qualification he has to അവരുടെ have, ആയുസ്സിൽ ഒരു നാൾ പോലും അവരുടെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകരുത്. and none of his bones should be broken. ആ ഒരിക്കലും അസ്ഥികൾ ഒടിഞ്ഞു പോകാൻ പാടില്ല. None of his bones should be broken. ആ ഒരാളെ വിശുദ്ധരായി സഭ പ്രഖ്യാപിക്കുമ്പോൾ If the church has to canonize a അതിന്റെ man, അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്ന് one of the fundamental elements, അവരുടെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോയിക്കൂടാ. and none of his bones should be നമ്മുടെ broken. യേശുവിന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞിട്ടില്ല. None of his bones were എന്നാൽ broken. യേശുവിന്റെ ശരീരം മുഴുവൻ ചീന്തപ്പെട്ടു. His body was marred, ശിഷ്യന്മാരെല്ലാം ഓടിയൊളിച്ചു. and his disciples ഇപ്പോൾ fled and hid. രണ്ടുപേര് മുൻപോട്ട് വരികയാ. Two people came forth. ഒന്ന് അരിമത്യക്കാരനായ ജോസഫ്, One, Joseph of അത് Arimathea, റോമൻ ഗവർണറുടെ ഒരു മന്ത്രിയാണ്. and he was a counselor to the governor. മറ്റൊരുവൻ വരുന്നു, The second one, അവന്റെ പേര് നിക്കോദീമോസ് his എന്നാണ്. name was Nicodemus. അവൻ യഹൂദന്മാരുടെ പ്രമാണിയാണ്. He was a ruler of the ഇവർ synagogue, രണ്ടുപേരും വന്നു. and both of them came, അവൻ റോമൻ കൈസറെ കണ്ടു. and they saw the governor. അദ്ദേഹം ആവശ്യപ്പെട്ടു, They demanded the body. പ്രഭോ ഇദ്ദേഹം ഒരു യഹൂദനാണ്, He is a Jew. ഞങ്ങൾക്കൊരു ആചാരമുണ്ട്. We have a custom. ഈ ഡെഡ് ബോഡി ആചാരമനുസരിച്ച് അടക്കാൻ ഞങ്ങൾക്ക് We have തരണം. to bury it according to the custom. നാളെ ശബത്ത് ദിവസമാണ്. Tomorrow is the Sabbath. ബോഡി അവിടെ ക്രൂശിൽ കിടക്കാൻ പാടില്ല. It should not be hung on the cross. ദൈവത്തിന് യേശുവിന്റെ ശരീരത്തിനായി And for the body of Jesus, രണ്ടുപേർ മുൻപോട്ട് വന്നു. two people came forth. ഇത് യാദൃശ്യമല്ല പ്രിയമുള്ളവരെ. It is not by chance, but at once. യേശുവിന്റെ ക്രൂശീകരണം കണ്ടിട്ട് Seeing the crucifixion of our യെശയ്യാ Lord, പ്രവാചകൻ പറയുന്നു, Prophet Isaiah says, അവനെ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ എണ്ണി. and he was reckoned among the transgressors. അവനെ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ എണ്ണി. He was reckoned among the transgressors. 1, 2, 3 മറ്റുള്ളവർ എണ്ണി. And they counted him 1, 2, ഓ 3. അവരെല്ലാം ദുഷ്പ്രവർത്തിക്കാരായിരുന്നു. They were transgressors. അവരെല്ലാം രാജദ്രോഹികളായിരുന്നു. They were traitors. യേശുവിന്റെ ഇടത്തും വലത്തും 2 ദുഷ്പ്രവർത്തിക്കാരുണ്ട്. Left and
right, 2 traitors were there. യേശുവിനെ ആ കൂട്ടത്തിൽ എണ്ണി. Jesus was reckoned among അടുത്ത them. വാക്ക് എന്തു പറയുന്നു? Second, what does it say? അവന്റെ മരണത്തിലോ And in his death, അവൻ സമ്പന്നന്മാരോടുകൂടെയായിരുന്നു. he had an inheritance with the അവനെ wealthy. ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ He എണ്ണിയെങ്കിലും was reckoned with the അവന്റെ transgressors. ശവം അടക്കുമ്പോൾ But while he was buried, ഒരു സമ്പന്നനോടുകൂടെയായിരുന്നു. and with the wealthy, he had his യേശുവിന്റെ portion. ശിഷ്യന്മാർ മുൻപോട്ട് വന്നു. Disciples of Jesus came. അത് രഹസ്യ ശിഷ്യന്മാരാ. They were secret disciples. അതിലൊരുവന്റെ പേര് അരിമത്യക്കാരനായ ജോസഫ് One എന്നാണ്. was Joseph of Arimathea, ജോസഫ് വന്ന് ഡെഡ് ബോഡി വാങ്ങി. and Joseph brought the dead body. അദ്ദേഹം ഒരു രഹസ്യ ശിഷ്യനാ. He was a secret അദ്ദേഹം disciple. റോമൻ ഗവർണറിന്റെ മന്ത്രിയാ. He was counselor to the governor. യെശയ്യാവിന്റെ പ്രവചന നിവർത്തി പോലെ. The prophet of Isaiah was അപ്പോൾ fulfilled. നിക്കോദീമോസ് മുൻപോട്ട് വന്നു. And Nicodemus came ഈ forward. കാലത്തെ വില അനുസരിച്ച് According to the day, custom of the ഏതാണ്ട് day, 1,64,000 രൂപ വില വരുന്ന 164,000 rupee, വിലയേറിയ സുഗന്ധ വസ്തുക്കൾ മുക്കിയ and precious ointment was poured ഒരു forth. വലിയ തുണിയുമായിട്ടാണ് നിക്കോദീമോസ് വന്നത്. With a precious garment he came. എന്താണ് ബൈബിൾ പറഞ്ഞത്? What does the word of God say? അവന്റെ അടക്കത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരിക്കും. And he shared his spoil with the അവനെ wealthy. ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ എണ്ണിയെങ്കിലും Even though he was reckoned among the യേശുവിനെ അടക്കിയത് transgressors, ദുഷ്പ്രവർത്തിക്കാരോടുകൂടി അല്ല. he was not buried with the transgressors. അവനെ അടക്കിയത് സമ്പന്നന്മാരോട് കൂടെയാ. He was buried with the wealthy. അവൻ പിതാവിന്റെ ഹിതത്തിന് ശരീരം ഏൽപ്പിച്ചു He കൊടുത്തു. gave his body to his father's പിതാവ് അവനെ will. തകർത്ത് കളഞ്ഞു. His father crucified പിതാവ് him, അവനെ ചീന്തിക്കളഞ്ഞു. and he was bruised. He പിതാവ് അവന്റെ മേൽ ശിക്ഷ വിധിച്ചു. was condemned by the ആ father. ശരീരത്തിലെല്ലാം നിവർത്തിച്ചു. Everything was fulfilled in the ആ body. ശരീരം അരിമത്യക്കാരനായ ജോസഫിന്റെ പക്കൽ He was given to Joseph of Arimathea. യഹൂദന്റെ ആചാരം അനുസരിച്ച് According to the tradition of the Jew, വിലപ്പെട്ട സുഗന്ധ വസ്തുക്കൾ മുക്കിയ ശീലയിൽ മുക്കി precious ointment was brought, ശരീരം പൊതിഞ്ഞു. and the body was ഒരു covered. മനോഹരമായ കല്ലറയിൽ വെച്ച് And beautiful tomb it was brought. മനോഹരമായ ഒരു കല്ലറയിൽ A വെച്ച് beautiful tomb. ഇത് ജോസഫിന്റെ കല്ലറയാണ്. This is the tomb of Joseph. ജീവിച്ചിരുന്നപ്പോഴേ അദ്ദേഹം വെട്ടിയെടുത്ത കല്ലറയാണ്. And while he lived, he hewn it for സമ്പന്നനായ himself. ഒരു മന്ത്രിയുടെ കല്ലറയിലാണ് യേശുവിനെ അടക്കിയത്. Jesus was buried in the tomb of that wealthy man. രഹസ്യമെന്ത്? What's the mystery യെശയ്യാ behind? പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞിരുന്നു. And what Isaiah prophesied? അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരിക്കും. He shall divide the spoil with the strong. സമ്പന്നന്മാരെ അടക്കുമ്പോൾ യേശുവിനെ അടക്കി. He was buried along with the wealthy. യേശുവിന്റെ ഡെഡ് ബോഡി ഉള്ളിൽ വെച്ചു. And the dead body was placed in. വലിയൊരു കല്ലുരുട്ടി വെച്ചു. A big stone was rolled. യഹൂദന്മാർ റോമൻ ഗവർണറെ കണ്ടു. And the Jews met the governor. പ്രഭോ ഇദ്ദേഹം ഒരുപാട് അത്ഭുതം ചെയ്ത ആളാണ്. Oh Lord, he did several miracles. ഇദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴേ ഉയർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. While he lived, he said he will rise again. അതുകൊണ്ട് അങ്ങേ ഒരു കാര്യം ചെയ്യണം. You have to do a thing. അങ്ങയുടെ മുദ്ര കുത്തിയണം. And you have to put his seal. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of God. അവിടെ മുദ്ര കുത്തണമെന്ന് പറഞ്ഞു. And his insignia was placed. റോമൻ ഗവർണർ അത് അംഗീകരിച്ചു. And he accepted that demand. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of God. അവിടെ മുദ്ര കുത്തി. And the seal was placed. കല്ലുരുട്ടി വെച്ച ശേഷം The stone was rolled ആകൃതി in the image of വലിയ X, ചങ്ങലയിട്ട ശേഷം and with binding with great chain. പാറ കിഴിച്ച് ലോക്ക് ചെയ്ത് And they drilled the rock. റോമൻ ഗവർണർ സീൽ കുത്തി. The seal of the Roman governor. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, പാലസ്തീൻ രാജ്യങ്ങൾ ഭരിക്കുന്ന ആ ഗവർണറാണ് മുദ്രയിട്ടിരിക്കുന്നത്. And who ruling over all the continents. ആർക്കും അത് തുറക്കാനൊക്കെ No one can open it. അവിടെ 3 കൂട്ടര് കാവലിരിക്കുക. And 3 people are watching. പള്ളി പ്രമാണികൾ, പള്ളി പോലീസുകാരെന്ന് The പറയും. rulers of the synagogue. പള്ളി പോലീസുകാർ വന്ന് അവിടെ And കാവലിരിക്കുക. the temple police. കുറുവടിയും വെട്ടോത്തിയുമായിട്ടൊക്കെ വന്നൊരു കാവലിരിക്കുക. With their country weapons. ഇവരെ എഴുന്നേക്കുമോ എന്ന് സംശയിച്ചേ. And they had a doubt, will they ദൈവത്തിന് rise? മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of God. പള്ളി പോലീസുകാർ അവിടെ കാവലിരിക്കുകയാണ്. The temple police. ബൈബിൾ പറയുന്നു പുരോഹിതന്മാർ നിയോഗിച്ചവർ. And appointed by the priests. രണ്ടാമത് Secondly, ബലവാന്മാരായ റോമൻ സൈനികർ and Roman soldiers who were mighty. മൂർച്ചയുള്ള ആയുധവുമായിട്ട് അതിന് കാവൽ നിൽക്കുക. With sharp weapons they were മൂന്നാമത് അവിടെ guarding. കാവൽ നിൽക്കുന്ന ആരാണെന്നറിയാമോ? Thirdly, who were there? സ്വർഗത്തിന്റെ സൈന്യത്തിന്റെ അധിപതിയായ മീഖായേലും ഒരു കൂട്ടം ദൂതന്മാരും കാവൽ നിൽക്കുക. And Michael with a company of angels of നമ്മുടെ heaven. യേശുവിന്റെ ശവശരീരം ഉള്ളിലിരിക്കുക. The body of Jesus was inside the ദിനങ്ങൾ tomb. പലത് കടന്നുപോയി. Days passed by. യേശു പാതാളത്തിലേക്ക് പോയി. He descended into the മൂന്നാം dead. ദിനം പ്രഭാതമായി And the third day morning, വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നു, and Paul says, ആടുകളുടെ വലിയിടയനായ യേശുവിനെ the great shepherd of the souls, നമ്മുടെ പരിശുദ്ധ പിതാവ് the heavenly Father, മരിച്ചവർക്കിടയിൽ നിന്ന് വിളിച്ചു വരുത്തി. and he called him from among the dead. മരിച്ചവർക്കിടയിൽ നിന്ന് വിളിച്ചു വരുത്തി. He called him from among the dead. യേശു എന്ത് പറഞ്ഞു? What does Jesus
Jesus ഞാൻ says, എന്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ കൊടുക്കുക. I give my soul unto my എന്റെ പിതാവ് Father, എനിക്ക് ആത്മാവിനെ തിരികെ തരും. and he will give that spirit ഇപ്പോൾ back to me. ദൂതന്മാർ കാവൽ നിൽക്കുന്നു. The angels are guarding, യേശു മരണം വിട്ടെഴുന്നേറ്റ്. and Jesus rose from the dead. ചങ്ങലകളെല്ലാം The പൊട്ടിത്തെറിച്ചു. chains were broken, കല്ലുരുണ്ടു മാറി. the stone was ഭൂമി rolled, കുലുങ്ങി. the earth was shaken, പടയാളികൾ ഓടി ഒളിച്ചു. the soldiers went ബലവാന്മാരായ away, ദൂതന്മാർ ചുറ്റും നിന്നു. and the angels surrounded them. യേശു ഉയർത്തു വന്നു. Jesus rose again, ഈ ശരീരത്തിനാണ് മഹത്വമുള്ള ശരീരമെന്ന് and this പറയും. God body is known as the glory of the യേശുവിന്റെ body. രണ്ടാമത്തെ ശരീരം The third body of Jesus, അത് മഹത്വത്തിന്റെ ശരീരമാണ്. it is a glorious body. വിശുദ്ധ പൗലോസ് പറയുന്നു, Holy Saint Paul says, നമ്മുടെ താഴ്ചയുള്ള ശരീരം and our vile body, അവന്റെ മഹത്വമുള്ള ശരീരത്തോട് and as his glorious body അനുരൂപപ്പെടുത്തി തരും. will be conformed, ഓ അതുപോലെ ആക്കി it തരും. will be made like unto him. യേശുവിനൊരു ശരീരം ലഭിച്ചു. Jesus had a body. ആ ശരീരത്തിന്റെ പ്രത്യേകത എന്താണ്? The speciality of that body, തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ and when he walked and came, യേശുവിന്റെ ശരീരത്തെ കുറിച്ച് പറയും. concerning the body of Jesus, ലൂക്കോസിന്റെ സുവിശേഷം the Gospel according to St. Luke, 24 അധ്യായം chapter 24, അതിന്റെ 39 വാക്യത്തില് verse 39, അവിടെ യേശുവിന്റെ വാക്കുകൾ കാണാം. and seeing the words of Jesus, യേശുവിനെ കണ്ടുടനെ and seeing Jesus, ശിഷ്യന്മാർ ഭയപ്പെട്ടു പോയി. the disciples were ശിഷ്യന്മാർ terrified. എന്താണ് പറഞ്ഞത്? What did the disciples ഏ say? ഭൂതം വരുന്നേ, ഭൂതം വരുന്നേ, ഭൂതം വരുന്നേ A എന്ന്. ghost is coming, a spirit is coming, a spirit is coming. യേശുവിനെ കണ്ടപ്പോൾ പറയാ, And when they saw Jesus, ഭൂതം വരുന്നേ, a ghost is coming, ഇതാ ഭൂതം വരുന്നേ. a ghost is coming. അപ്പോൾ യേശു കൈകൾ നീട്ടിക്കാണിച്ചു. And he held out his hand നോക്കുവി, and see, എനിക്കുള്ളതുപോലെ and as it is, ഭൂതത്തിന് will that spirit, അസ്ഥിയും മാംസവും ഇല്ലല്ലോ. he does not have flesh and അപ്പോൾ blood. യേശു ഉയർത്തു വന്നപ്പോൾ When Jesus was risen again, യേശുവിന് അസ്ഥിയും മാംസവും ഉണ്ടായിരുന്നു. he had flesh and bones. ദയവായി ആ വാക്യം ഒന്ന് വായിച്ചാൽ. Shall we read that portion? ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 39 വാക്യം. 24:39. എന്നെ തൊട്ടു നോക്കുവിൻ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of God. ശിഷ്യന്മാർ പറഞ്ഞു ഭൂതം വരുന്നേ. The spirit is coming. അപ്പൊ യേശു പറയാ, Jesus said, എനിക്കുള്ളതുപോലെ ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ലല്ലോ. like as me, a spirit does not have flesh ഭൂതത്തിന് and bones. അസ്ഥിയും മാംസവും ഇല്ല. He does not have flesh and bones. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം പുറകെ നമുക്കത് ചിന്തിക്കാം. And when we analyze, ഇപ്പോൾ യേശു ഉയർത്തു വന്നു. when Jesus was risen again, അപ്പോൾ യേശുവിന് അസ്ഥിയും മാംസവും ഉണ്ടായിരുന്നു. and he had flesh, he had bones. നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, What we think, നമ്മുടെ കർത്താവായ യേശു ഉയർത്തു വരുമ്പോൾ when he will rise again, എഫേസിറ്റിയിലെ വെളുത്ത പുക പോലെ ആയിരുന്നു. and will it be some cloud appearing, അതിങ്ങനെ പുക പോലെയാണോ? something as a smoke that is coming out? ഉയർത്തു വരുന്ന വിശുദ്ധന്മാരുടെ ശരീരം എങ്ങനായിരിക്കും? Will he the resurrected bodies of the saints? മർക്കോസിന്റെ ശരീരം വെളുത്ത പുകയാണ്. The body of Mark as a white column of പൗലോസിന്റെ smoke, ശരീരം കറുത്ത പുകയാണ്. as a black column of അല്ല smoke. ദൈവമക്കളെ, No, people of ഇപ്പൊ God. യേശു എന്ത് പറയുന്നു? What does Jesus say? എനിക്ക് അസ്ഥിയും മാംസവും ഉണ്ട്. I have flesh and I have ഇവിടെ bones. കർത്താവായ യേശുവിന് അസ്ഥിയും മാംസവും ഉണ്ടായിരുന്നു. And he had flesh, he had bones. അതാണ് മഹത്വമുള്ള ശരീരം. That is the glorious body. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ And as you are seated നിങ്ങളുടെ here, മനസ്സ് എത്രയോ അതിവേഗം എത്രയോ മൈൽ താണ്ടി കഴിഞ്ഞു. and your mind has traveled to many ചെറിയ places, തണുപ്പുള്ളതുകൊണ്ട് പലരും ഉറങ്ങി തുടങ്ങി and കഴിഞ്ഞു. some of you are dozing ചിലര് now, പിന്നെ ദൈവ സാന്നിധ്യം കളഞ്ഞ് കുഞ്ഞുങ്ങളെ and കളിപ്പിച്ചുകൊണ്ടിരിക്കും. some of you are playing with your children. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the name of ഇപ്പോൾ God. തന്നെ നിങ്ങളുടെ മനസ്സ് പല വഴി നടക്കുകയും മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ലേ? Your mind is wandering about, നിങ്ങളുടെ മനസ്സ് എത്ര വേഗം പായുന്നുണ്ടോ and as your mind travels, അത്രയും വേഗത്തിൽ ഈ ശരീരത്തിന് പോകാം. and this body can travel, പ്രകൃതിയുടെ പ്രതിഭാസത്തിന് തടയാനൊക്കത്തില്ല. and not obstructed by the ഇനി elements of അടുത്തൊരു nature. ചോദ്യമുണ്ട്. Next question നമ്മൾ rises, ഉയർത്തു വരുമ്പോൾ and when we rise, നമ്മുടെ ശരീരം എങ്ങനെ ഇരിക്കും? how shall our നമ്മുടെ bodies be? ശരീരത്തില് അസ്ഥി മാംസവും കാണുമോ? And will our body have നമുക്ക് flesh and വല്ലതും bones? കഴിക്കാനും കുടിക്കാനും ഒക്കുമോ? Can we drink and eat? കർത്താവായ യേശുവിന് അസ്ഥിയും മാംസവും ഉണ്ടായിരുന്നു. Our Jesus had flesh and bones. യേശു വാങ്ങി ഭക്ഷിച്ചെന്നാണ് It എഴുതിയിരിക്കുന്നത്. is mentioned he ate and drank. സാധുക്കളായ ശിഷ്യന്മാർ And his poor disciples, അവരെല്ലാം മുഖ്വരാണ്. they were fishers, അവർ കടൽ തീരത്ത് പാർക്കുന്നവരാണ്. and they were എന്നാൽ dwelling on the seashore, കടൽക്കാറ്റേച്ച് തണുക്കാതിരിക്കാൻ and so that they will not be അവർ cold, സാധാരണ കഴിക്കുന്ന ആഹാരമുണ്ട്. and there is something they ate. ഇപ്പോൾ നമ്മൾ വളരെ സമ്പൽ സമൃദ്ധിയിലാണ് ദൈവമക്കളെ. And we are very rich and നമ്മൾ wealthy. എന്തെല്ലാം ആഹാരങ്ങൾ കഴിക്കുമെന്ന് We ate a variety of എന്തെല്ലാം dishes. ആഹാരങ്ങളാണ്.
ഭക്ഷണങ്ങളാണ്. Whatever we eat. അടുത്ത കാലത്ത് ഒരാള് ലൂലു മാർക്കറ്റിൽ പോയിട്ട് വന്ന് എന്നോട് പറഞ്ഞു, And someone went to Lulu അവിടെ ബ്രസീലിലെ ചക്കക്കുരു കിട്ടും, 1500 രൂപ കിലോ വില. and they get the seed of the jackfruit tree from ഓ, Brazil. ഇവിടുത്തെ കൂടച്ചക്കയുടെ കുരുവാണ്. And the seed of that അത് particular ബ്രസീലിൽ നിന്ന് jackfruit. വന്ന സായിപ്പിന്റെ പേരായതുകൊണ്ട് അത് മേടിച്ച് കഴിക്കുക. And because it comes from Brazil, it is ഓ, so എങ്ങനെ costly. 10 ദിവസം കൂടുതൽ ജീവിക്കാം? And how can they live for 10 more ഏത് days? കോഴിത്തീറ്റ തിന്നാനും നമ്മൾ തയ്യാറാണ്. And they can eat any kind of feed എങ്ങനെ for 10 him. ദിവസം കൂടെ ജീവിക്കാം? How can they live for 10 more ഇതാണ് days? നമ്മുടെ ടെൻഷൻ. This is our ഇപ്പോൾ tension. നമുക്കൊരു സംശയമുണ്ട്. And we have a doubt. യേശു ഉയർത്തു വന്നു. Will Jesus, when Jesus ഇപ്പോൾ ഈ rises, ശിഷ്യന്മാർ സാധുക്കളാണേ, and their disciples were അവർ poor, ആ പടകിൽ വെച്ച് and upon the boat, ഈ മീൻ ഇങ്ങനെ ചുട്ടെടുത്തോണ്ടിരിക്കുകയാണ്. they were broiling the fish, ആ ചുട്ട മീനും തേൻകട്ടയും ഉണ്ട്. and a piece of ഞാൻ honeycomb. കുറെ കാലം വൈപ്പിൻകരയിൽ ശുശ്രൂഷയിലായിരുന്നു. I was ministering in Waipi. അവിടെ കടൽ തീരങ്ങളിൽ ജീവിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. Several fishermen among the അപ്പോൾ seashore. ഞാൻ അവരോട് ഇത് ചോദിച്ചു. I asked them, അപ്പോൾ അവർ പറഞ്ഞു, പണ്ടേ കാലത്ത് in the olden ഈ days, കൊച്ചു വള്ളങ്ങളിൽ മീൻ പിടിക്കാൻ പോകുന്നവർ in the small boats, when they go to fish, കടൽക്കാറ്റേറ്റ് ശരീരം തണുക്കാതിരിക്കാൻ so that they will not be cold, അവർ ഈ മീൻ ചുട്ടെടുക്കുകയും ചക്കര തിന്നുകയും ചെയ്യും, കരിപ്പെട്ടി. and they will eat jaggery and broiled fish. അപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാരുടെ കാലത്ത് And during the time of the disciples അവർ of Jesus, ഭക്ഷിച്ചിരുന്നത് തേൻകട്ടയാണ്. they had honeycomb. ഇനിയും ട്രാൻസ്ലേഷനിലെ പെശകാണോ എന്ന് അറിഞ്ഞുകൂടാ. Whether it be mistaken the translation. ഏതായാലും അവർ ഭക്ഷിക്കാനിരിക്കുമ്പോഴാണ് യേശു വരുന്നത്. And while they sat down to eat, യേശു ചോദിച്ചു, Jesus came. കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ഉണ്ടോ? Your children, is there anything to ആരോ eat? ഒരാൾ ഇലയിൽ പൊതിഞ്ഞുകൊണ്ട് കൊടുത്തു. Someone covered in a leaf and നമ്മുടെ brought. കർത്താവായ യേശു അവര് കാണുക ഭക്ഷിച്ചു. And seeing them, he ate. ഉയർത്തു വന്ന യേശു, Jesus who had risen. മഹത്വമുള്ള ശരീരത്തോടെ വന്ന യേശു Jesus with a glorious അവന്റെ body. ശിഷ്യന്മാരുടെ മുൻപിൽ വെച്ച് In the presence of his ഓ, disciples. വറുത്ത മീനും തേൻകട്ടയും ഭക്ഷിച്ചു. Broiled fish and honeycomb he ate. അതിന്റെ അർത്ഥം എന്താ? What does it mean? പുനരുദ്ധാന ശരീരം പ്രാപിക്കുന്ന വിശുദ്ധന്മാരെ, Saints of God with a resurrection body. നമുക്ക് കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യാം. We can eat and we can drink. അതുകൊണ്ട് ആ നിത്യതയിലും കഴിക്കാമെന്നുള്ള ആഗ്രഹത്തിലേ ഇപ്പോൾ ജീവിക്കാവൂ. And you should dwell with eating in eternity. നമ്മളാരും ആരാധന മുടക്കി ആ വിരുന്നുകളിൽ പോയി ബിരിയാണി കഴിക്കാൻ മെനക്കെടരുത്. And we should not hindering the worship and go to other places ഓ, and eat. എന്തെങ്കിലും അവശേഷിക്കുന്നെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിൽ നമുക്ക് കഴിക്കാം. And if there is nothing remaining, we can eat in the ആ, millennium. യേശു കഴിച്ചു കാണിച്ചല്ലോ. And Jesus ate. അപ്പോൾ യേശുവിന്റെ രണ്ടാമത്തെ ശരീരം ഏതാണ്? The second body of Jesus, ഉയർത്തു വന്ന ശരീരം. the resurrected body. ബൈബിൾ ഇതിനെ മഹത്വമുള്ള ശരീരം എന്നാണ് The word of പറഞ്ഞിരിക്കുന്നത്. God says as the glorious ഈ body. ശരീരം കിട്ടാനുള്ള കാര്യം എന്താ? And how he got this body. വചനം ജഡമായി തീർന്നു, The word was made flesh കൃപയും സത്യവും നിറഞ്ഞവനായി പാർത്തു. and dwelled among us full of grace and truth. അവസാനമായപ്പോൾ എന്ത് ചെയ്തു? Lastly, what happened? പിതാവിന്റെ ഹിതത്തിനായി തന്റെ ശരീരം ഏൽപ്പിച്ചു And കൊടുത്തു. to the will of the Father, he gave his body. ആ ശരീരത്തിൽ പിതാവ് തന്റെ ഹിതം ചെയ്തത് കൊണ്ടാണ് And because Father did his will in his body, മൂന്നാം ദിനം പിതാവ് ഒരു ശരീരം അവന് കൊടുത്തത്. in the third day, Father gave him a body. ഇപ്പോൾ പൗലോസ് എന്തു പറയുന്നു? Now what does St. Paul say? നമ്മുടെ താഴ്ചയുള്ള ശരീരം Our lowly body, അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടും. it will be fashioned like an his ഉയർത്തു glorious വന്ന body. യേശുവിന് അസ്ഥിയുണ്ട്. The resurrected Jesus had ഉയർത്തു വന്ന bones. യേശുവിന് മാംസമുണ്ട്. He had flesh. ഒരു നാൾ യേശുവിനോട് ചോദിച്ചു, When Jesus was asked, ഒരു മനുഷ്യന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, if a man has a wife, എന്നാൽ അവൻ ആയുസ്സിന് മധ്യേ മരിച്ചുപോയി. in the middle of his age, he അപ്പോൾ passed away. ന്യായപ്രമാണ വ്യവസ്ഥ പ്രകാരം According to the law, അവന്റെ അനുജൻ അവളെ വിവാഹം കഴിച്ചു. his younger brother will marry അങ്ങനെ her. ഒന്നിനു പിന്നാലെ ഒന്നായി One after the other of the other. ആ 5 സഹോദരന്മാരും അവളെ വിവാഹം കഴിച്ചു. And 5 brothers also ഓ, married ഇവന്റെ her. സംശയം കേട്ടോണം. And so you see the അവൻ doubt. ചോദിക്കുകയാണ്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ In heaven, ഈ സ്ത്രീ ആരുടെ ഭാര്യയാണ്? and whose wife shall ആദ്യം she വിവാഹം be? കഴിച്ചവന്റെയാണോ? And for the first, രണ്ടാമത് വിവാഹം കഴിച്ചവന്റെയാണോ? one who married the second, അതോ ഇനി 5 പേരുടെയും കൂടാണോ? or the wife of all the അപ്പോൾ 5? യേശുവിന് ഒരു ചെറിയ പുഞ്ചിരി തോന്നി. And Jesus had a smile on his യേശു face. പറയാ, Jesus said, നിങ്ങൾ തിരുവെഴുത്തുകളെയും ന്യായപ്രമാണങ്ങളെയും അറിയാത്തവരാകുന്നു. and because you do not know the scripture, ഓ, പുനരുദ്ധാന പുത്രന്മാരെന്ന് പറഞ്ഞാൽ and the sons of resurrection, ഓ, അവർ ദൈവദൂതന്മാർക്ക് they തുല്യരത്രേ. are like unto the angels of അവർ heaven. വിവാഹം കഴിക്കുന്നില്ല, They do not marry, അവർ വിവാഹത്തിന് കൊടുക്കുന്നില്ല, nor are given in marriage. അവർക്ക് മരണമില്ല, They do not have death, അവർക്കിനി മരിപ്പാൻ കഴിയത്തുമില്ല. and they can no more die. യേശുവിന്റെ ശരീരത്തോട് And
like the body of ഒരു Jesus. അനിരൂപപ്പെട്ട ശരീരം നിനക്ക് പിതാവ് തരും. God will give you a similar യേശു body. കാഹളധ്വനിയോടെ വരുമ്പോൾ, And of the trump of the shouting will മരിച്ചവർ come. ഉയർക്കുമ്പോൾ, The dead in Christ shall ഓ rise. നീ മഹത്വത്തിന്റെ ശരീരത്തോടെ ഉയർത്തുവരും. And you will be risen with a glorious നീ എന്ത് body. ചെയ്യണം? What will you do? നിന്റെ ശരീരത്തിൽ ദൈവ ഇഷ്ടം ചെയ്യേ. And in your body you will do the will നീ of the പുതുതായി Father. ജനിക്കണം. You will be born again. നീ ക്രിസ്തുവിൽ You ജീവിക്കണം. will live in നീ Christ. ക്രിസ്തുവിൽ You will മരിക്കണം. die in Christ. കാഹളധ്വനിയോടെ യേശു The വരുമ്പോൾ, sound of the trumpet will Jesus ഓ will come. മഹത്വമുള്ള ശരീരത്തോടെ And like unto his glorious ഞാനും body, നിങ്ങൾ ഉയർത്തുവരും. I and you will be ഓ resurrected. പ്രാക്കളെ പോലെ We പറക്കും. will fly like doves. കല്ലറ വിട്ട് പുറത്തു വരും. And rising out of the നാം tomb, നമ്മുടെ യേശുവിനെ കാണൂ. our Jesus will come. പൗലോസ് യോഹന്നാൻ എന്തു പറയുന്നു? What does St. John say? നാം അവനെ കാണും. We will see him. കാണുമ്പോൾ തന്നെ, And as we see him, അവനെ കാണുമ്പോൾ തന്നെ as we see him, അവനോട് അനുരൂപപ്പെടും. we will be made like unto him. മഹത്വമുള്ള ഒരു ശരീരം നമുക്ക് കിട്ടും. A glorious അതിൽ body. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.